പലരും ചോദിക്കുന്ന ഒന്നാണ് റാണിയുടെ ചിറക് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പണ്ട് ചെയ്തിരുന്നതാണ്, ഇപ്പം ചെയ്യാറില്ല. റാണിയുടെ ചിറകൊന്നും വെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇതിൽ റാണി ഉണ്ടായിരുന്നു. റാണിയുടെ ചിറക് നമ്മൾ വെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഈച്ച പോകാൻ തീരുമാനിച്ചാൽ അത് പോകും. പിന്നെ സെല്ലടിക്കുമ്പോൾ ഫസ്റ്റിലെ ഒരു പോക്ക് നമുക്ക് ഒഴിവാക്കാം. എന്നാലും ഈച്ച പോവും, റാണി പുറത്തിറങ്ങി ചാവും. അത് സീസണിലല്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഈച്ചയും പോവും ആയിരിക്കുന്ന റാണി. അപ്പോൾ ഇതിനെ പിടിക്കാനുള്ള അതിൻ്റെ ചിറകിൽ ഇതിനങ്ങ് പിടിച്ചാൽ മതി. ഇതിനെ പിടിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ഈ കയ്യിലേക്ക് വീണ ഇതിൻ്റെ ഈ തലയുടെ പുറകിലുള്ള കറുത്ത സ്ഥലത്ത് മാത്രമേ പിടിക്കാവൂ. ഇവിടെയൊന്നും പിടിച്ചുകൂടാ. അപ്പോൾ ഇതിനെ ഒഴിവാക്കാനുള്ള റാണിയാണ്. ഞാൻ ചിറക് വെട്ടാറില്ല റാണിയുടെ, നോക്കാറുമില്ല. പിരിക്കുന്ന സമയത്തെ നോക്കും, അല്ലെങ്കിൽ പിന്നെ ഇതിനെ റാണിയെ നോക്കേണ്ടതില്ല. റാണിയെ ചിറക് വെട്ടി വെച്ചാലും ഈച്ച പോവും. ഇങ്ങനെ വേണം പിടിക്കാൻ. ഇത് കത്രികയുണ്ട്. മൊത്തം 4 ചിറകുണ്ട്. 2 വലുതും 2 ചെറുതും. ഒരു സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ ചിറക് വെട്ടേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലെ വലിയ ചിറക് ഒന്ന് ചരിച്ച് വെട്ടുക. എങ്ങനെ ആ വലിയ ചിറക് മാത്രമേ വെട്ടാവൂ. ചരിച്ച് വേണം വെട്ടാൻ. അതിൻ്റെ ഞരമ്പ് മുറിയാതെ ഇങ്ങനെയാണ് വെട്ടേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചിറകിന് ഒന്നും വെട്ടിയിട്ടില്ല. ബാക്കി ഇതിൻ്റെ അടിയിലത്തെ ചിറകും വെട്ടിയിട്ടില്ല. ഈ വലിയ ചിറക് മാത്രമാണ് വെട്ടിയിട്ടുള്ളത്. പോലെ ഒരു സൈഡ് മാത്രം ഇതിന് വീക്കാകുമ്പോൾ ഇതിന് പറക്കാൻ പറ്റില്ല. അത് ഉദ്ദേശിച്ചിടത്തോട്ട് പറക്കാൻ പറ്റില്ല. അത് തറയിൽ വീഴും, അല്ലെങ്കിൽ അത് തറയിൽ എവിടെയെങ്കിലും പറ്റും. എന്തായാലും കൂട്ടിൽ നിന്ന് ഈച്ച പോകാൻ നോക്കിയാൽ അത് ഈച്ചയാണ് ചാടുന്നത്. പിന്നെ റാണി ഇല്ലെങ്കിൽ ഈച്ച പറക്കും. റാണിയെ ഉറുമ്പ് പിടിച്ചോ ഒക്കെ പോവുകയും ചെയ്യും. എങ്കിലും കമ്പിൽ പറ്റിയാൽ, താഴെയുള്ള ഏതെങ്കിലും കമ്പി പറ്റിയാൽ അത് അതിൻ്റെ കൂടെ ഈച്ച പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് റാണിയെ ചിറക് വെട്ടുന്നത്. അപ്പോൾ ഇത് കഴിവതും മടിയൻ ഈച്ചയൊക്കെ വെട്ടി വേണം പഠിക്കാൻ. ഇത് സീസണിലാണെങ്കിൽ നമ്മൾ നല്ല റാണികളെ, പുതിയ റാണികളെ വെച്ച് തേനെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റാണിയെ നോക്കേണ്ട പോലും കാര്യമില്ല. നമ്മളിത് അല്ലാതെ എന്തെങ്കിലും സമയത്തൊക്കെ പണ്ട് ചെയ്തിരുന്നു. പിടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സീസണിൽ സെറ്റടിച്ച് പോകാതിരിക്കാനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ചെയ്താലും സെല്ലടിക്കും, ഈച്ച പോവും. ഈച്ച പിന്നെ നമുക്കൊരു സെല്ല് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള സമയം കിട്ടും. എന്നാലും ആ ഒരു സെല്ല് നിർത്തിയാൽ പിന്നും വിരിഞ്ഞിറങ്ങി ഈച്ച പോവും. ഒരു സെല്ല് നിർത്തിയാലും ആ ഈച്ച വിരിഞ്ഞിറങ്ങിപ്പോവും. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ റാണികളെ മാറ്റിയിട്ട് മുട്ടയിടുന്ന പുതിയ റാണികളെ വേണം സെല്ലടിക്കുന്ന കൂട്ടിന് കൊടുക്കുക. അല്ലാതെ നമ്മൾ സെല്ല് നിർത്തിയാലും ആ ഈച്ച പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് റാണികളുടെ ചിറക് വെട്ടുന്നത്. ഒരു ചിറക് മാത്രമേ, ആ വലിയ ചിറകിൽ ഒന്ന് മാത്രം
വെട്ടുക. എന്ന് വെച്ചാൽ പിന്നെ ഇതിന് പറക്കാൻ വലിയ പാടാണ്. പറന്നാലും അതിന് പോകാൻ പറ്റില്ല. രണ്ട് ചിറകും വെട്ടിയാൽ അത് പറക്കും. രണ്ട് ചിറകും വെട്ടിയാൽ അതിന് കുറച്ച് പറക്കാൻ പാടാണ്. കുറച്ച് പവർ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്താൻ കൂടുതൽ പവർ കൊടുക്കേണ്ടി വരും ചിറകിന്. എന്നാലും അതിന് പറക്കാൻ പറ്റും. കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തീർത്ത് വെട്ടണം, അല്ലാതെ അതിന് പറക്കാൻ പറ്റില്ല. അതിന് പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് വെട്ടിയാൽ അത് റാണി ഡാമേജാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഞരമ്പുകളും ഒക്കെ ഇപ്പോൾ കട്ടാവും. അപ്പോൾ അതിന് റാണിക്ക് വളരെ ദോഷമാണ്. ചെറുതായിട്ട് വെട്ടിയാൽ അതിന് പറക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ മഴക്കാലത്തൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടിന് ദോഷമാണ്. ഈച്ച എങ്ങാനും അത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈച്ചകൾ കൂട്ടിൽ നിന്ന് ചാടും. റാണി ചാടി തറയിൽ വീണ് ചാവും. പിന്നെ അടുത്ത് ബാക്കി ഈച്ചകൾ റാണിയില്ലാതെ തൊട്ടടുത്ത കൂട്ടിലൊക്കെ വന്ന് കയറി അത് ആ കൂടും തൊട്ടടുത്ത കൂടുമൊക്കെ ഇളകാനുള്ള സാഹചര്യം ഉണ്ടാവും. മൂന്നടയിലും രണ്ടടയിലൊക്കെ ഇരിക്കുന്ന ഈച്ചകൾ കൂടുകൾ മൊത്തം പോവും. ഏതെങ്കിലും റാണി ആ ഇളകി പറക്കുന്ന ഈച്ചയുടെ കൂടെ വരുന്നവരെ അത് പോവും. അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ വെക്കണം. അല്ലാതെ നമ്മൾ റാണിയുടെ ചിറക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷമാണ്. സീസണിലൊന്നും നമുക്ക് റാണിയെ നോക്കേണ്ട കാര്യം പോലും ഇല്ല. നോക്കാതെ തന്നെ നമുക്ക് തേനെടുക്കാം. റാണി നഷ്ടപ്പെട്ടാൽ അത് അടകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സെല്ല് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 5% കോളനികൾ, നമ്മൾ ചെറിയ മൈക്രോ കോളനികൾ വെക്കണം. റാണികളെ സ്പെയർ വെക്കണം. ഏതെങ്കിലും കാരണത്തിൽ കൂട്ടിൽ റാണി ഇല്ലാതായാൽ ആ കൂട്ടിൽ നിന്നുള്ള റാണികളെ പിടിച്ച് കൊടുക്കുക. സീസണായ പിന്നെ നമ്മൾ സെല്ല് കൊടുത്ത് വിജയിപ്പിച്ച് അത് വീണ്ടും മുട്ടയിട്ട് കയറുമ്പോൾ ഒരുപാട് സീസണൊക്കെ കഴിഞ്ഞു പോകും. അപ്പം സീസണിൽ നമ്മളെപ്പോഴും മുട്ടയിടുന്ന റാണികളെ തന്നെ റാണി നഷ്ടപ്പെടുന്ന കൂട്ടിന് നൽകണം.